നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ചിമ്പുകാവ് നമോ ഭവനിൽ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ലൈബ്രറി ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ആശ അങ്കണവാടി ജീവനക്കാർ തൃശൂർ BSNL ഓഫീസ് മാർച്ച് നടത്തി. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ വനിതകൾ ഉയർന്നുവരണമെന്ന് മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വായനയുടെ പുതുലോകം തുറന്ന് ദീനദയാൽ ലൈബ്രറി. വായനയുടെയും അറിവിന്റെയും ബഹുമുഖ ലോകം തുറന്ന് തൃശൂർ ചെമ്പുകാവ് നമോ ഭവൻ. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ലൈബ്രറി ആൻഡ് പഠന കേന്ദ്രമെന്ന് നാമകരണം ചെയ്ത വായനാ ലോകത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും പ്രഭാഷകനും മികച്ച സംഘാടകനുമായ ഗോവ ഗവർണർ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. സാഹിത്യം, സാംസ്കാരികം, വൈജ്ഞാനിക മേഖലകളിൽ നിന്നുമുള്ള പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നോവൽ, ചെറുകഥാ സാഹിത്യത്തിലെ അതികായകന്മാർ മുതൽ പുതുതലമുറയിലെ എഴുത്തുകാരന്മാരുടെ രചനകൾ പുസ്തകശേഖരത്തിൽ ഉണ്ട്. ബാലസാഹിത്യ രചനകളും ഗ്രന്ഥശാലയിലെ ശ്രദ്ധേയ പുസ്തകങ്ങളാണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ആർഷ സംസ്കൃതി ഗ്രന്ഥങ്ങൾ, ആധ്യാത്മിക വൈജ്ഞാനിക പുസ്തകങ്ങൾ, ലോകചരിത്രം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, കലാചരിത്രം, സാംസ്കാരിക ചരിത്രം, എൻസൈക്ലോപീഡിയ, പരിസ്ഥിതി, രാഷ്ട്രീയ, നാട്ടറിവ്, അനുഷ്ഠാന കല, താന്ത്രിക ഗ്രഹങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ഗ്രന്ഥശാലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 6500ഓളം പുസ്തകങ്ങളാണ് ദീനദയാൽ ലൈബ്രറിയുടെ ആകർഷണീയതയും. വരും നാളുകളിൽ ലൈബ്രറി വിപുലീകരണം നടത്തുകയും കൂടുതൽ മേഖലകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. ആശ അങ്കണവാടി ജീവനക്കാർ തൃശൂർ BSNL ഓഫീസ് മാർച്ച് നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്നുവെന്ന് KP രാജേന്ദ്രൻ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നടപടി സ്വീകരിക്കുന്നതിനു പകരം താൻ നിർവഹിക്കേണ്ടതായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണെന്നും AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. ട്രേഡ് യൂണിയനുകൾ സമർപ്പിച്ച ആവശ്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തണമെന്നും സമരം നടത്തുന്ന തൊഴിലാളികളുമായി ചർച്ച ബന്ധപ്പെട്ട മന്ത്രിമാർ തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. AITUC നടത്തിയ നിവേദനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ തയ്യാറാകാത്ത സംസ്ഥാന മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച ആശ അങ്കണവാടി ജീവനക്കാരുടെ പ്രകടനം BSNL ഓഫീസിൽ എത്തിയ ശേഷം ആരംഭിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KP രാജേന്ദ്രൻ. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ നേതാവ് അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, ലളിത ചന്ദ്രശേഖരൻ, സാറാമ റോബ്സൺ, ഷീജ ബഷീർ, ജെയിംസ് റാഫേൽ, PD റെജി, VR മനോജ്, KK ശിവൻ, I സതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സതി പമ്പവാസൻ സ്വാഗതവും AITUC മണ്ഡലം സെക്രട്ടറി KN രഘു നന്ദിയും പറഞ്ഞു. ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മുഴുവൻ സ്കിൽ തൊഴിലാളികളുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും അടിയന്തരമായി മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജകമണ്ഡലം പ്രസിഡന്റ് CK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PJ രാജു മുഖ്യപ്രഭാഷണം നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ്, വൈസ് പ്രസിഡന്റ് MR രവീന്ദ്രൻ, അവണൂർ മണ്ഡലം പ്രസിഡന്റ് KR മണികണ്ഠൻ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു കണ്ണനായിക്കൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TV സണ്ണി, കൗൺസിലർമാരായ ബുഷറ റഷീദ്, SA ആസാദ്, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MJ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ അനുവദിക്കുവാൻ
ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രതിഷേധാർഹം. സമരം ചെയ്യുവാൻ ഭരണത്തിലിരിക്കുന്ന സംഘടനയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ, ഇടതുപക്ഷത്തിന് മാത്രമേ അവകാശമുള്ളൂ, CPM-ന് മാത്രമേ അവകാശമുള്ളൂ എന്നുള്ള അവരുടെ ഒരു നിഷേധാത്മക സമീപനം നടപടികളാണ് ഇന്ന് സംസ്ഥാനത്ത് എല്ലാ രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാർക്ക് തുച്ഛമായ 7,000 രൂപ കൊടുത്തുകൊണ്ട് 12 മണിക്കൂറുകൾ ഇടതടവില്ലാതെ ശനിയും ഞായറുമില്ലാതെ എല്ലാ ദിവസവും എല്ലാ സമയത്തും പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗം. ഒട്ടും വ്യത്യാസമല്ല അംഗൻവാടി ജീവനക്കാർ. ഇവരെ ഈ തുടങ്ങി ഈ ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളിലും എന്നും ചെല്ലുന്ന സാംക്രമിക രോഗമാണെങ്കിലും കോവിഡ് ആണെങ്കിലും OP ആണെങ്കിലും വിവിധ സർവേകളാണെങ്കിലും ആശാവർക്കർമാർ മാത്രം പണിയെടുക്കുന്ന ഒരവസ്ഥയാണ്. ആശാവർക്കർമാർ ഓരോ വീടുകളിൽ പോയി അവരുടെ കുടുംബക്ഷേമ കാര്യങ്ങൾ അന്വേഷിക്കണം. ഒരു ഗർഭിണിയായാൽ അതുപോലെ എല്ലാ കാര്യങ്ങളിലും അവിടെ അന്വേഷിക്കണം. അവരെ ആശുപത്രിയിൽ എത്തിക്കണം, കുട്ടിക്ക് പ്രതിരോധ ചികിത്സ നൽകണം തുടങ്ങി സമസ്ത മനുഷ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ ജോലികളിലും ഏർപ്പെടുന്ന ഈ ആശാവർക്കർമാർ അവരുടെ സേവനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം INTUC സംബന്ധിച്ചിടത്തോളം 2013 മുതൽ INTUC ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ വനിതകൾ ഉയർന്നു വരണമെന്ന് തെറമ്പിൽ രാമകൃഷ്ണൻ. വനിതകൾ കരുത്താർജിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് തെറമ്പിൽ രാമകൃഷ്ണൻ. ചെറു പെൺകുട്ടികൾ ഉൾപ്പെടെ യുവതലമുറ വഴിതെറ്റാതെ ജീവിത വിജയം നേടുന്നതിന് വനിതകൾ ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആദരണീയം തൃശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനിലെ മുഴുവൻ വനിതാ കൗൺസിലർമാരെയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുൻ നിയമസഭാ സ്പീക്കർ കൂടിയായ തെറമ്പിൽ രാമകൃഷ്ണൻ. ആദരണീയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. അജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഡെപ്യൂട്ടി മേയർ ML റോസി, മുൻ മേയർ IP പോൾ, A. പ്രസാദ്, രാജൻ പല്ലൻ, സുനിൽ രാജ്, ശരത് ചന്ദ്രൻ മച്ചിങ്കൽ, K. ഗോപാലകൃഷ്ണൻ, KN നാരായണൻ, KP രാധാകൃഷ്ണൻ, സന്തോഷ് കോലഴി, CC ദേവി, അഡ്വക്കേറ്റ് ആശിഷ്, സത്യഭാമ ടീച്ചർ, ജേക്കബ് പുലിക്കോട്ടിൽ, ശിവരാമകൃഷ്ണൻ, P. ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്തത് ശ്യാമള മുരളീധരൻ. അടുത്തത് ബീന മുരളി, തൃശ്ശൂരിൽ വീണ്ടും വിജയിക്കപ്പെട്ട. ഷീബ ബാബു, നടത്തറ. ലീല വർഗീസ്, മിഷൻ കോട്ടേഴ്സ്. നിമ്മി റഫായി സ്ഥലത്തില്ല. ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കുക എന്ന സതുദ്ദേശപരമായ പരിപാടിയാണ് നമ്മൾ വെച്ചത്. ഇത് മേയർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഇന്നും അദ്ദേഹം മറ്റൊരു സ്ഥലത്തില്ലാത്തതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നെ ഡെപ്യൂട്ടി മേയറാണ്. ഡെപ്യൂട്ടി മേയറെ പറ്റി പറഞ്ഞു. 30 കൊല്ലം ബാലസഭ കുട്ടികൾക്ക് ക്യാമ്പ് സംഘടിപ്പിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്തിൽ ബാലസഭ കുട്ടികൾക്ക് ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 62 കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ കഥകളി ഫ്രെയിം, ഫ്ലവർ മേക്കിംഗ്, ബാഡ്ജ് എന്നിവയുടെ നിർമ്മാണ പരിശീലനത്തിന് ക്രാഫ്റ്റ് അധ്യാപിക രാധിക നേതൃത്വം നൽകി. ചടങ്ങിൽ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ VK പുഷ്പ അധ്യക്ഷത വഹിച്ചു.
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, വരവൂർ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ PM ബിന്ദു, അവാർഡ് മെമ്പർമാരായ K ഷീജ സരോജിനി, വാർഡ് മെമ്പർമാരായ K ജിഷ സരോജിനി, CR ഗീത, ബേബി ചന്ദ്രൻ, MA ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. ബാലസഭ RPTA നസീമ നന്ദിയും രേഖപ്പെടുത്തി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പൂവൻചിറ ശ്രീ ഭദ്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. തൃശൂർ ഡിവിഷൻ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീമതി സതി KK ക്ലാസ് എടുത്തു. PG പോലീസ് സബ് ഇൻസ്പെക്ടർ ആനന്ദ് പരിപാടിയിൽ സംസാരിച്ചു. മാത്രമല്ല, പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല, വീട്ടിലിരിക്കുന്ന ജന്മം കൊടുത്ത രക്ഷിതാക്കൾക്ക് വരെ പേടിച്ച് ജീവിക്കേണ്ട, ജീവന് വേണ്ടി എന്താ പറയാ, മക്കളുടെ മുമ്പിൽ യാചിച്ച് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറ്റപ്പെട്ടു കഴിഞ്ഞു. അപ്പോഴാണ് നമുക്ക് ബോധ്യം വരുന്നത് മാറ്റം വേണം, അല്ലെങ്കിൽ ഇതിനൊരു വ്യത്യാസം വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും ആ വഴിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വരാൻ വേണ്ടി ഒരു 8-10 വർഷ കാലയളവ് നമുക്ക് വേണ്ടി വന്നു. ശരിയാണോ? ആണോ? എത്ര വേദനാജനകമായിട്ടാണെന്നറിയോ. കഴിഞ്ഞ മുമ്പിലത്തെ ഓണത്തിന് വെളുപ്പിന് 3 മണിക്കൊക്കെ ഒരു ഫോൺ കോൾ വരികയാണ്. പേഴ്സണൽ നമ്പർ പരമാവധി ആൾക്ക് കൊടുക്കാറില്ല. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ കൊടുത്തു പോകേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ 3 മണി 3:30 സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ്. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്,
തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കഴിഞ്ഞ മാസം 25-ന് നടന്ന ഉത്രാളിപ്പൂരം മാരാത്തുകുന്ന് നടത്തറ വീട്ടിൽ മുഹമ്മദ് അസ്ലമിനെ ഒരിക്കലും മറക്കാനാകാത്ത ദിനം. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഫുഡ് ടെക്നോളജി 2ാം വർഷ വിദ്യാർത്ഥിയാണ് അസ്ലം. പരീക്ഷ കഴിഞ്ഞ് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ സഹയാത്രികൻ നന്ദിപ്പുലം കുമരൻചിറമഠം നാരായണന്റെ ജീവൻ രക്ഷിക്കുവാൻ അസ്ലം നടത്തിയത് വലിയ പോരാട്ടം. എന്നിട്ടും കരവലയത്തിൽ നിന്ന് മരണത്തിലേക്ക് വഴുതി വീണത് തീരാവേദന. ഉത്സവപ്രേമിയും നന്ദിപ്പുലം സ്വദേശിയുമായ എഞ്ചിനീയർ നാരായണൻ പൂരച്ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ വടക്കേച്ചിറ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത്. അശ്വിനി ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും മുഖത്തിരുന്ന കണ്ണട നിലത്ത് വീണു. പാടൂക്കാട് എത്തിയപ്പോൾ ടിക്കറ്റ് നൽകുവാൻ കണ്ടക്ടർ തട്ടി വിളിച്ചു. എഴുന്നേൽക്കാതായപ്പോഴാണ് അപകടം മണത്തത്. യാത്രക്കാർ ചേർന്ന് ബസ്സിൽ നിന്നിറക്കി. ആശുപത്രിയിലേക്ക് മാറ്റാൻ ആരുമില്ലാത്ത അവസ്ഥ. കൈവിടാതെ കരുതലായി അസ്ലം നിലകൊണ്ടു. കിട്ടിയ ഓട്ടോറിക്ഷയിൽ പാട്ടിനായ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയ്ക്കിടെ നാരായണൻ മരണത്തിന് കീഴടങ്ങി. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. മാരാത്തുകുന്ന് നടത്തറ അബ്ദുൾ ഷെരീഫ് ഷാഹിറ ദമ്പതികളുടെ 3 മക്കളിൽ 2ാമനാണ് മുഹമ്മദ് അസ്ലം. പൊതുപ്രവർത്തനങ്ങളിൽ സജീവം. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണ്. സത്യസന്ധതയുടെ വലിയ പ്രതീകം കൂടിയായി മാറിയിരിക്കുന്നു ഈ 22കാരൻ. നാരായണന്റെ കയ്യിലുണ്ടായിരുന്ന തോൾ ബാഗിൽ നിറയെ പണമുണ്ടായിരുന്നു. 2 ATM കാർഡുകൾ, വിലപിടിപ്പുള്ള രേഖകൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ഇത് തുറന്നു നോക്കുക പോലും ചെയ്യാതെയാണ് അസ്ലം സുരക്ഷിതമായി ആശുപത്രിയിൽ ഏൽപ്പിച്ചത്. നിറയെ യാത്രക്കാരുള്ള ബസിന്റെ ട്രിപ്പ് മുടങ്ങാൻ ബസ് ജീവനക്കാർ തയ്യാറാകാതിരുന്നപ്പോഴാണ് വിദ്യാർത്ഥിയുടെ ഈ മഹത്തര പ്രവർത്തനങ്ങൾ. നാരായണന്റെ ബന്ധുക്കൾ അസ്ലമിന്റെ വീട്ടിലെത്തി തങ്ങളുടെ വലിയ സ്നേഹം പങ്കുവച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, K നിർമ്മൽകുമാർ, M ജയകൃഷ്ണൻ, KP നന്ദകുമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ബസ് കയറിയിരുന്നപ്പോൾ തന്നെ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നത് അത്യാവശ്യം ഫുള്ളാണ്. കൺസെഷൻ അല്ല, പുളിച്ചാരോടത്തൊരു വേഗം എത്താൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആളിങ്ങനെ കണ്ണടക്കം നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്ന സീറ്റിൽ തന്നെ. അപ്പോൾ ആ നിൽക്കുന്ന ചേട്ടനാണ് വന്നിട്ട് കണ്ണട വീണ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞത്. ആള് വിളിച്ചപ്പോൾ സാധാരണ ഒരാൾ വിളിക്കുന്ന മാതിരി വിളിച്ചു. ആൾ എനിക്ക് കാണാനില്ല. എന്നിട്ട് അത്യാവശ്യം കൈയൊക്കെ ഒന്ന് പിടിച്ച് ഫോഴ്സ് ചെയ്ത് വിളിച്ചു. അപ്പോഴും എനിക്ക് കാണാനില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിൽക്കണേ കണ്ടപ്പോൾ എന്ന് വെച്ചാൽ എന്താ എനിക്കകത്തേന്ന് വിചാരിച്ചു. പിന്നെ ഉറക്കത്തിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിളിച്ചില്ല. ഇപ്പോൾ ആൾ ഉറക്കത്തിലാണെങ്കിൽ വിളിച്ചിട്ട് ആളിനെ നമ്മൾ വിളിച്ച് ചൂടായാലും വിചാരിച്ചിട്ട് നമ്മൾ വിളിച്ചില്ല. അതിൻ്റെ എന്തായാലും കണ്ടക്ടർ വരുമല്ലോ. ആൾ വന്നു. ഒരു 10:45 കഴിഞ്ഞിട്ടുണ്ടാവും, 11:45 കഴിഞ്ഞിട്ടുണ്ടാവും. 11:50 ടൈം ആയപ്പോഴാണ് വിയ്യൂര് പാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് വന്ന് വിളിക്കുന്നത്. വന്ന് വിളിച്ചിട്ടും എനിക്ക് കാണാനില്ല. അപ്പോൾ ആൾ വേഗം വന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു നോക്കി. അത്യാവശ്യം എല്ലാവരും കൂടി വിളിച്ചു നോക്കി, എനിക്ക് കാണാനില്ല. അപ്പോൾ വെള്ളം വന്ന് വിളിച്ചു നോക്കിയപ്പോഴും കാണാനില്ല. പിന്നെ ആൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആൾക്കാരൊന്നും മെഡിക്കൽ കോളേജിൽ പോകണ്ട, അത്രയും ദൂരം പോകാനുള്ളതല്ലേ, നമുക്ക് വിയ്യൂര് ഇവിടെ ആക്കാമെന്ന് പറഞ്ഞു, ദയയിൽ. അപ്പോൾ പറഞ്ഞു ആരെങ്കിലും ഇറങ്ങി വെച്ചെങ്കിൽ ഇവിടെ ഇറക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങാം, ഇറക്കി തന്നാൽ മതി പറഞ്ഞിട്ട് ഞാനും വേറെ 2-3 ചേട്ടന്മാരെ കൂട്ടിയിട്ട് ഇറക്കി പാടൂക്കാട് നിന്ന് ഓട്ടോറിക്ഷയിൽ ദയക്ക് വന്നു. അവിടെ എത്തി അവിടെ ആക്കി. പിന്നെ കാര്യം അറിയാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നിന്നപ്പോഴാണ് അപ്പോൾ തന്നെ പറഞ്ഞു ആളിങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആരെങ്കിലും വരെ വെച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, കസിനാറെന്ന് പറഞ്ഞിട്ട്. ആളെ കണ്ടിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിൽ പോകുന്നത്. മണ്ണുത്തി ഡോക്ടർ ആശാസ് അമൃത കണ്ണാശുപത്രിയുടെ വാർഷികാഘോഷങ്ങൾ കേരള സൊസൈറ്റി ഓഫ് ഒപ്താൽമിക് സർജൻസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ G മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി DMO ആയി പ്രമോഷൻ ലഭിച്ച ഡെപ്യൂട്ടി DMO ഡോക്ടർ സതീഷ്, മിസിസ് അജിഷ എന്നിവരെ ആദരിച്ചു. ഡോക്ടർ ആശയുടെ മകൾ ഡോക്ടർ അനഘ ഗോപാലകൃഷ്ണൻ കോർണിയൻ അപ്പോസിറ്റി ആൻഡ് ഐ ഡൊണേഷൻ എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. അമൃത കണ്ണാശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആശ വാര്യർ MBBS ഇപ്പോൾ അമൃത കണ്ണാശുപത്രിയിലെ സേവനം നടത്തുന്നു. മണ്ണുത്തി കണ്ണാശുപത്രിയിൽ സേവനം ചെയ്യുന്ന ഡോക്ടർ രാജീവ് മേനോൻ നേത്രരോഗ ചികിത്സയുടെ ഏറ്റവും നൂതനമായ ഫാക്കോ സർജൻ ഡോക്ടർ
അജോയ് മോഹൻ MBBS MS, അമൃത കണ്ണാശുപത്രി അനസ്തേഷ്യസ്റ്റ് ഡോക്ടർ സന്തോഷ്, ഡോക്ടർ മൈത്രേയി, ഡെപ്യൂട്ടി DMO ഡോക്ടർ സതീഷ്, മാനേജർ വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. അമൃത കണ്ണാശുപത്രി MD ഡോക്ടർ ആശ ആമുഖ പ്രസംഗം നടത്തി. ഡോക്ടർ അവിനാഷ് ഗോപാലകൃഷ്ണൻ സ്വാഗതവും ഗീത നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും നേത്രദാനത്തെക്കുറിച്ചുള്ള മൈം പരിപാടിയും ഉണ്ടായി. ഈ പറഞ്ഞ പോലെ ഡോക്ടർമാരെല്ലാം ഭയങ്കര ബ്രില്യൻറ്റും ഗോൾഡ് മെഡലിസ്റ്റും ആവുമെന്നും വേണ്ട. ഓൺലി തിങ് നമുക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടായാൽ മാത്രം മതി. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ ഗിരീഷ് സാറൊക്കെ പറയാറുണ്ട്, ഒരു നല്ല ഡോക്ടറാണെങ്കിൽ അഫോർഡബിൾ, അവൈലബിൾ ആൻഡ് അഫബിൾ ആയിരിക്കണമെന്ന്. എന്ന് വെച്ചാൽ പേഷ്യൻസ് പറയുന്നത് കേട്ട് പ്ലസൻ്റായിട്ട് ഉത്തരം പറയാൻ കഴിയണം. അതുപോലെ അഫോർഡബിൾ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ഈ മാസത്തിലൊരിക്കൽ വന്ന് ഒരു സമയത്ത് മാത്രം നോക്കി പിന്നെ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരെ പേഷ്യൻസിന് ആവശ്യമില്ല രോഗികൾക്ക്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു നല്ല സക്സസ്ഫുള്ളായിട്ട് ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും പറ്റും. പൊയ്കയാടിയവൾ കരുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ എവിടെ പോയടി കണ്ണൻ. ടീച്ചിംഗ് അസിസ്റ്റന്റ് വോക്ക് ഇൻ ഇന്റർവ്യൂ. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണത്തിയിലെ യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റോക്ക് ഫാം ആൻഡ് ഫോഡർ റിസർച്ച് ഡെവലപ്മെന്റ് സ്കീമിലേക്ക് ടീച്ചിംഗ് അസിസ്റ്റന്റ് നിയമനത്തിനായി വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 20 രാവിലെ 10 മണിക്ക് ULF ഓഫീസിൽ എത്തിച്ചേരണം. പ്രായം 40 വയസ്സിൽ കവിയരുത്. സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കോപ്പികളും പ്രായപരിധി, യോഗ്യത, പ്രവൃത്തി പരിചയം, ജാതി എന്നിവ തെളിയിക്കുന്ന രേഖകളും സഹിതമാണ് ഹാജരാകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും നിയമനം സംബന്ധിച്ച നിബന്ധനകൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. കൃഷ്ണാപുരം വായനശാലയുടെ നേതൃത്വത്തിൽ ഒന്നായി ഒന്നിച്ച് എന്ന മതസൗഹാർദ്ദത്തിന്റെ സൗഹൃദ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് കൃഷ്ണാപുരം വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വാമി ശക്തിബോധി, ഫാദർ തോമസ് വാഴക്കാല, ഷൗക്കത്ത് അലി സഹാവി തുടങ്ങിയവർ ഇഫ്താർ സന്ദേശം നൽകി. വായനശാല പ്രസിഡന്റ് PK രമേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല സെക്രട്ടറി KV സുരേഷ്, രക്ഷാധികാരി NS അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും നടത്തി. തുടർന്ന് നിരവധി ആളുകൾ പങ്കെടുത്ത ഇഫ്താർ വിരുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇടപഴക്കങ്ങൾ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള, ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മഹത്തരമായ മാനവ മുന്നേറ്റങ്ങളും കൂടിക്കലരലിൻ്റെ മുന്നേറ്റങ്ങളാണ്. എല്ലാ മനുഷ്യരും പരസ്പരം കൂടിക്കലർന്നുണ്ടായിട്ടുള്ളതാണ് എല്ലാ മുന്നേറ്റങ്ങളും. സ്വാതന്ത്ര്യ സമരമാണെങ്കിലും നവോത്ഥാന പ്രവർത്തനങ്ങളാണെങ്കിലും സ്കൂളുണ്ടാക്കുന്നതാണെങ്കിലും എല്ലാവർക്കും വിദ്യാലയം, എല്ലാവർക്കും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാവർക്കും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാവർക്കും തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാവർക്കും എടുത്ത തൊഴിലിന് കൂലി ചോദിക്കാനുള്ള അധികാരം,
അവകാശം, ഇതൊക്കെ ഉണ്ടായത് മനുഷ്യർ കൂടിക്കലർന്നിട്ടാണ്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, തൊട്ടടുത്തിരിക്കുന്നവൻ തൊട്ടടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കാത്ത വിധത്തിൽ നിങ്ങളെ എവിടേക്ക് കൊണ്ടുപോകുന്നു? നിങ്ങളിലേക്ക് ചുരുക്കുകയാണ് ഈ ചെകുത്താൻ ചെയ്യുന്നത്. ഇപ്പം നമ്മളെല്ലാവരും കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? എല്ലാവരും ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കും. ആരടുത്തിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ പോലീസുകാരൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന സീറ്റിൻ്റെ മൂന്നാമത്തെ ഇരിക്കുന്ന റോയിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്, അവിടെ അടുത്ത് വന്നിരുന്ന ആളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? CCTV നോക്കിയാൽ മനസ്സിലാവുന്നതാണ് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, CCTV നോക്കിയാൽ മനസ്സിലാവാം എന്നാണ്. ഇപ്പോൾ നമ്മുടെ ലോകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണം. ഇത് ഒഴിവാക്കാനുള്ള ഒരു ചെറുതെങ്കിലും മനോഹരമായ ലോകമെമ്പാടും നടക്കുന്ന ഒരു മഹാ ആഘോഷം കൂടിയാണ് ഈ റമദാൻ നോമ്പ് തുറ എന്ന് പറയുന്ന ആഘോഷം. വലിയ സന്ദേശം ഉണർത്തിക്കൊണ്ട് ഈ ഇഫ്താർ വിരുന്നിൻ്റെ ഭാഗമായി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. കലയ്ക്ക് വേണ്ടി മാത്രമല്ല, കല സമൂഹത്തിന് വേണ്ടി കൂടിയാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തൃശ്ശൂരിലെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ചിത്രകലാ പരിഷത്തിൻ്റെ കലാകാരന്മാർ ഈ പരിപാടിയുമായി സഹകരിച്ചിരുന്നു. അവർക്ക് എല്ലാവർക്കുമുള്ള ആദരമാണ് ഇവിടെ നൽകുന്നത്. ശ്രീ ഹരിദാസ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിലേക്ക്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലുള്ള ഓട്ടോ പേട്ടയിൽ വെച്ച് ഓട്ടോ ഡ്രൈവറായ ആമ്പല്ലൂർ എരിപ്പോട് സ്വദേശിയായ ആമ്പലി കളരിക്കൽ വീട്ടിൽ രമണൻ എന്നയാളെ ഓട്ടോയിൽ നിന്ന് വലിച്ചിറക്കി 2 പേർ ചേർന്ന് കമ്പിവടി പോലെയുള്ള ആയുധം കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതിനെ ആമ്പല്ലൂർ സ്വദേശിയായ ആളുകാരൻ വീട്ടിൽ പ്രിൻസ് എന്നയാളെയും തൃശൂർ കുര്യൻചിറ സ്വദേശിയായ രോഹിത് പള്ളിമാക്കൽ, പോപ്പ് ജോൺ റോസ് കുര്യച്ചിറ, ഒല്ലൂർ എന്നയാളെയുമാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രിൻസും രോഹിത്തും ചേർന്ന് രമണന്റെ ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ച സമയം ഓട്ടം പോകാത്തതിലുള്ള വൈരാഗ്യത്താൽ പ്രിൻസ് കമ്പിവടി പോലെയുള്ള ആയുധം കൈവശം വെച്ച് മാർച്ച് 4 8:45 ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ചെന്ന് ഓട്ടം കാത്തുകിടന്ന രമണന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ഓട്ടോയിൽ നിന്ന് വലിച്ചിറക്കി ഭീഷണിപ്പെടുത്തിയും വലത് കണങ്കാലിൽ അടിച്ച് വലത് കാലിന്റെ കുഴ തെറ്റിച്ചും പള്ളയിലും മുഖത്തും മറ്റും കൈകൊണ്ട് ഇടിച്ചും മറ്റും ഗുരുതര പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രിൻസിനെ കോഴിക്കോട് നിന്നും രോഹിത്തിനെ പെരുമ്പാവൂരിൽ നിന്നുമാണ് പിടികൂടിയത്. പ്രിൻസ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും രോഹിത് ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയുമാണ്. 2024 മെയ് മാസം കാപ്പ പ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ ആളാണ് രോഹിത്. പ്രിൻസിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 2017 വധശ്രമ കേസും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2017 ഒരു അടിപിടി കേസും 2020 പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസും 2023 ഒരു കവർച്ച കേസും ഒരു അടിപിടി കേസും 2025 ഒരു അടിപിടി കേസുമടക്കം 11 ക്രിമിനൽ കേസുകളുണ്ട്. രോഹിത്തിന്റെ പേരിൽ വിയൂർ മണ്ണുത്തി സ്റ്റേഷനുകളിൽ കൊലപാതക ശ്രമം, ആക്രമണ കേസുകളും ഒല്ലൂർ നെടുപുഴ
തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനുകളിൽ കവർച്ചാ കേസുകളുമുണ്ട്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ ലാലു എ വി, ഫിറോഷ് എച്ച്, കൃഷ്ണൻ, ASI ആൻഡോ, CPOമാരായ അജീബ്, VD നിതീഷ്, സുജിത്, സ്പെഷ്യൽ ബ്രാഞ്ച് GSI വിശ്വനാഥൻ KK എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചാലക്കുടിയിൽ യുവതിയെ കയറിപ്പിടിച്ച് ശല്യപ്പെടുത്തിയ സംഭവത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി അറസ്റ്റിൽ. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇക്കഴിഞ്ഞ മാർച്ച് 8-ാം തീയതി വൈകിട്ട് 3:45 ചാലക്കുടി ടൗണിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ കയറിപ്പിടിച്ച് ശല്യപ്പെടുത്തിയ സംഭവത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി പിടിയിലായി. ഛത്തീസ്ഗഡ് റായ്പൂർ സ്വദേശിയായ ലക്കേഷ് കുമാർ മാർക്കം എന്നയാളെയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർ പ്രദീപ് N, പോലീസ് ഉദ്യോഗസ്ഥരായ ആൻസൺ പൗലോസ്, സുരേഷ് കുമാർ തുടങ്ങിയവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ ലഗേഷ് കുമാർ കഴിഞ്ഞ 2 വർഷമായി മുരിങ്ങൂരിൽ താമസിച്ചു വരികയായിരുന്നു. കേരള പഴനി പുത്തൂർ ചോഞ്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മാർച്ച് 10 തിങ്കളാഴ്ചയാണ് പൂയ മഹോത്സവം സംഘടിപ്പിച്ചത്. അന്നേ ദിവസം രാവിലെ ഉഷസ്സിനെ ഗണപതി ഹോമം, മുളപ്പൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജ, ശ്രീവേലി എന്നീ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ വിജയൻ കാരുമത്ര, ക്ഷേത്ര മേൽശാന്തി MR സഹദേവൻ, അടിവാരം ഗണപതി കോവിൽ മേൽശാന്തി അശ്വിൻ M നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും വാദ്യമേളത്തോടെയുള്ള കാവടി വരവും ഉണ്ടായി. വൈകിട്ട് 5:30 മുതൽ ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കൽ, ദീപാരാധന, ഘോഷയാത്ര എന്നിവയും നടത്തി. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ രാജൻ മുളങ്കാട്ടുകര, ഷാജി മുരിയാടൻ, മുരളീധരൻ കാഞ്ഞിര, പ്രഹ്ലാദൻ കുരുവിലി, രമേശ് പാണ്ഡ്യൻ, സുരേഷ് പാട്ടത്തിൽ, വിനോദ് കുളങ്ങര, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്സവ ചടങ്ങുകൾ CTV തത്സമയം സംപ്രേഷണം ചെയ്തു. പട്ടിക്കാട് പറമ്പുള്ളി വറീദ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറമ്പുള്ളിയുടെ പിതാവാണ്. പട്ടിക്കാട് INTUC യൂണിയനിലെ തൊഴിലാളിയായിരുന്നു. സംസ്കാരം മാർച്ച് 11 ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് പട്ടിക്കാട് മാർത്തോമ സ്ലീഹ പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചിമ്പുകാവ് നമോഭവനിൽ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ലൈബ്രറി ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ആശ അങ്കണവാടി ജീവനക്കാർ തൃശൂർ BSNL ഓഫീസ് മാർച്ച് നടത്തി. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ വനിതകൾ ഉയർന്നുവരണമെന്ന് മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.